നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 19-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച അതുപോലെ അനിഴം നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം അനിഴമാണ്. അത് കുറേ സമയം കഴിയുമ്പോൾ അനിഴം മാറി തൃക്കേട്ടയിലേക്ക് പോവും. എന്തായാലും ഉദയ നക്ഷത്രം അനിഴ നക്ഷത്രം തന്നെയാണ്. ശരിക്ക് രാവിലെ 9-9:30 കഴിഞ്ഞിട്ടേ നക്ഷത്രം മാറുകയുള്ളൂ. അപ്പോൾ അനിഴ നക്ഷത്രത്തിന് തന്നെ നമുക്ക് പ്രാധാന്യം കൊടുക്കാം. ഉദയ നക്ഷത്രം, അനിഴ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്. നല്ല ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ചന്ദ്രൻ മനകാരകനാണ്. നമ്മൾക്ക് കുറച്ച് സന്തോഷപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. മാത്രമല്ല, ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച തൊട്ടാണ്. നമുക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ആണ് നമുക്കൊരാഴ്ച ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസത്തിനെ ആസ്പദമാക്കി അങ്ങോട്ട് പോകും. അപ്പോൾ നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അനിഴ നക്ഷത്രം, കർക്കിടക മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് തിങ്കളാഴ്ച കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. തിങ്കളാഴ്ച ആയതുകൊണ്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങണം. എനിക്ക് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ആണെങ്കിൽ അവർ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങണമെന്നാണ്. ഉഴപ്പിയിരിക്കരുത്. കാരണം നമുക്ക് നല്ല സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ ഒരാഴ്ച ആരംഭമാണ്. അപ്പോൾ അതിനു വേണ്ടി ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം നമ്മൾ നോക്കുമ്പോൾ രാവിലെ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രാവുകാലത്തെ ഓരോ ദിവസവും പറയുന്നതിൻ്റെ പ്രധാന കാരണം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായിട്ട് ബന്ധമില്ല. കാരണം കലണ്ടറിൽ കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. രാവുകാലം ആരംഭിക്കുന്നത് 7:51 തൊട്ട് 9:24 വരെയാണ്. 7 തൊട്ട് 9 മണി വരെ അല്ല. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഒന്നുകിൽ 7:51 മുമ്പോ 9:24 ശേഷമോ യാത്ര തിരിക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത സമയമുണ്ട്. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. 2:04 തൊട്ട് 3:37 വരെ ഗുളികകാല സമയവും, 10:57 തൊട്ട് 12:31 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:07 ആരംഭിക്കും. 12:55 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഈ സമയം എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പേളിൻ്റെ കളറോ വൈറ്റ്, വെള്ള കളറോ വെള്ള മിക്സായിട്ടുള്ളതോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. നമുക്ക് ഉന്മേഷവും ഉണർവും, പോകുന്ന കാര്യങ്ങൾക്ക് വിജയവും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.